ആഗോള അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ബ്രാൻഡ് അംബാസഡറായാണ് മാധ്യമങ്ങൾ മൂവാറ്റുപുഴ MLAയെ വാഴ്ത്തി പാടുന്നത്. അഗാധമായ നിയമപാണ്ഡിത്യമുണ്ടെന്ന തെറ്റിദ്ധാരണയിൽ കേരളത്തിലെ കോൺഗ്രസ് തൊട്ട് KSU വരെ അവരുടെ സോളിസിറ്റർ ജനറലായും ആരോഹണം ചെയ്യിച്ചിട്ടുണ്ട്. സമീപകാലത്ത് ടിയാൻ വാദിച്ച ഏക കേസാണ് കേരളവർമ്മ കോളേജിലെ യൂണിയൻ ചെയർമാൻ തെരഞ്ഞെടുപ്പ്. ആ കേസിൽ തോറ്റ് തുന്നം പാടിയതോടെ കോൺഗ്രസുകാർ നിലപാട് മാറ്റിയെങ്കിലും മാധ്യമങ്ങൾ ടിയാനെ ഇപ്പോഴും എഴുന്നള്ളിച്ച് നടക്കുകയാണ്. ആ കുഴൽനാടൻ 1/2 ഏക്കർ റവന്യൂ ഭൂമി കയ്യേറിയെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു. വിജിലൻസ് റിപ്പോർട്ട് പൂർണ്ണമായും ശരിവെക്കുന്നതാണ് റവന്യൂ വകുപ്പിൻ്റെ ഈ റിപ്പോർട്ട്. അതായത് കുഴൽനാടൻ ആരോപിക്കും പോലെ ഇത് രാഷ്ട്രീയ പ്രേരിതമായ പരാതിയോ പ്രതികാര നടപടിയോ അല്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നു. 3 വർഷം മുമ്പാണ് കുഴൽനാടനും സംഘവും സൂര്യനെല്ലിയിലെ കപ്പിത്താൻ റിസോർട്ട് വിലയ്ക്ക് വാങ്ങിയത്. 1 ഏക്കറും 14 സെന്റ് സ്ഥലവുമാണ് ആകെ വാങ്ങിയത്. മിച്ചഭൂമി ഉൾപ്പെടുന്ന സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പോലും പാടില്ലെന്നാണ് നിയമം. അങ്ങനെയുള്ള സ്ഥലമാണ് കോൺഗ്രസുകാരുടെയും മാധ്യമങ്ങളുടെയും ഈ നിയമപണ്ഡിതൻ വാങ്ങിയത്. അതുമാത്രമല്ല, രേഖയിൽ 1 ഏക്കറും 14 സെന്റും മാത്രമേ ഉള്ളൂ എങ്കിലും ഏതാണ്ട് വാങ്ങിയതിൻ്റെ പകുതി സ്ഥലം അളവിൽ കൂടുതൽ. അതും നിയമപണ്ഡിതൻ നിയമം തെറ്റിച്ച് വാങ്ങി. വസ്തുവിൽ ഉണ്ടായിരുന്ന 1000 ചതുരശ്ര അടി കെട്ടിടത്തിൻ്റെ കാര്യവും രജിസ്ട്രേഷനിൽ കാണിച്ചില്ല. അതും തട്ടിപ്പ്. ഈ കെട്ടിടം കാണാതെയാണോ പണ്ഡിതൻ വസ്തു വാങ്ങിയത്? മിച്ചഭൂമി കേസിൽപ്പെട്ട സ്ഥലമാണെന്ന് അറിഞ്ഞില്ലെന്നാണ് ഈ സോളിസിറ്റർ ജനറൽ വിജിലൻസിനോട് പറഞ്ഞതത്രേ. ഇക്കാര്യം മാധ്യമപ്രവർത്തകരോടും ആവർത്തിച്ചിരിക്കുന്നു. നിയമം അറിയാത്തത് നിയമം ലംഘിക്കാനുള്ള ലൈസൻസ് അല്ലെന്ന് നിയമത്തിൻ്റെ ബാലപാഠം അറിയുന്നവർക്ക് പോലും അറിയാം. എന്നിട്ടും നിയമപണ്ഡിതൻ പറയുന്നു തനിക്ക് അറിയുമായിരുന്നില്ലെന്ന്. അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോഴും അയ്യോ പാവം എന്ന നിലയിൽ പഞ്ചപുച്ഛമടക്കി മാധ്യമപ്രവർത്തകരും. ഈ കുഴൽനാടനാണ് ഇതേ മാധ്യമങ്ങളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും CPM-നുമെതിരെ നിരന്തരം ഉണ്ടയില്ലാ വെടി പൊട്ടിക്കുന്നത്. അതെല്ലാം വെറും ഉണ്ടയില്ലാ വെടിയാണെന്ന് CPIM വിരുദ്ധ ജ്വരം ബാധിച്ച CPM-നെതിരെ എന്തും എഴുതാൻ മുതിരുന്ന എന്തിനും മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഇന്ന് മനോരമയിൽ എഴുതിയ ലേഖനം വായിച്ചാൽ മനസ്സിലാകും. അദ്ദേഹം പതിവ് പോലെ ആ ലേഖനം സൃഷ്ടിച്ചത് CPM-നെ പഴിക്കാൻ വേണ്ടി മാത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ ആ സൃഷ്ടിയുടെ തലക്കെട്ട് ആർത്തിക്ക് കുടപിടിക്കുന്നത് ആരാണ് എന്നാണ്. അഴിമതി ആരോപണ വിധേയർക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ CPM ഒന്നാകെ രംഗത്തിറങ്ങുകയാണ്. കേരളത്തിൽ സുതാര്യമായ അന്വേഷണം തടയപ്പെടുന്നു. സമൂഹത്തിൽ പലർക്കും വല്ലാത്ത ആർത്തിയാണെന്നും അതാണ് അഴിമതിയിലേക്ക് നയിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നു. ഈ സാഹചര്യത്തിൽ ആർത്തിയെക്കുറിച്ച് അന്വേഷണം എന്നാണ് സൃഷ്ടിക്ക് ഹൈലൈറ്റ്സായി മനോരമ കൊടുത്തത്. പങ്ക്തിയുടെ പേര് നോട്ടം. മുതിർന്ന മാധ്യമപ്രവർത്തകനും സാമൂഹ്യ നിരീക്ഷകനുമാണ് ലേഖകൻ എന്ന് മനോരമ നോട്ടത്തിന് സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷേ നിരീക്ഷണവും നോട്ടവുമെല്ലാം എങ്ങോട്ടാണ് എന്ന് ഏവർക്കും അറിയാവുന്നതാണ്. മാധ്യമപ്രവർത്തനം നടത്തിയ കാലം തൊട്ട് അടുത്തൂൺ പറ്റി പിരിഞ്ഞ ശേഷം എന്തിനും മുതിർന്ന മാധ്യമപ്രവർത്തകനായി ഇപ്പോൾ പ്രവർത്തിക്കുമ്പോഴും എന്തെങ്കിലും കുത്തിക്കുറിക്കുമ്പോഴും എന്നും മുഖമുദ്ര കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മാത്രമാണ്. ആ വിദ്വാൻ CPIM-നെ ശപിച്ചുകൊണ്ട് എഴുതിയ ലേഖനത്തിൽ പോലും സത്യം പറഞ്ഞിരിക്കുന്നു, അഥവാ പറയേണ്ടി വന്നിരിക്കുന്നു. ആ വരി ഇങ്ങനെ: ഇന്ന് ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമാകുന്ന വസ്തുതകളോ തെളിവുകളോ വേണ്ടത്ര മുന്നോട്ട് വരാത്ത സാഹചര്യവും നിലനിൽക്കുന്നു. അതായത് ലേഖനത്തിൽ ഉടനീളം ആരോപിക്കുന്ന കെട്ടുകഥകൾക്ക് വസ്തുതകളോ തെളിവുകളോ ഒന്നുമില്ല എന്ന് ഇദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. നോക്കൂ, ഈ ആരോപണങ്ങളും ഉന്നയിക്കുന്നതിൽ മുമ്പൻ മറ്റാരുമല്ല
അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലൻ സാക്ഷാൽ മാത്യു കുഴൽനാടൻ. ഭൂമി തട്ടിപ്പ് മാത്രമല്ല, അനധികൃത നിർമ്മാണം, വരുമാനത്തെയും സമ്പാദ്യത്തെയും കുറിച്ചുള്ള വ്യാജ സത്യവാങ്മൂലം തുടങ്ങിയവയെല്ലാം ഈ ആദർശധീരന്റെ കറ പുരളാത്ത വെള്ളക്കുപ്പായത്തിലുണ്ട്. മനോരമയുടെയും മറ്റു മാധ്യമങ്ങളുടെയും BRP ഭാസ്കരന്റെയും നോട്ടം ഇങ്ങോട്ട് വരില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ഇത്തരം കുഴൽനാടന്മാർക്ക് നിർഭയം വിഹരിക്കാൻ കഴിയുന്നതിൻ്റെ അടിസ്ഥാന തത്വം. കോൺഗ്രസുകാരുടെ മറ്റൊരു ഭൂജിയാണ് ശശി തരൂർ. തരൂർ വീണ്ടും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെ വാഴ്ത്തിയിരിക്കുന്നു. മുസ്ലിങ്ങൾ ബാബറി മസ്ജിദ് സ്വയം പൊളിക്കണമായിരുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. സംഘ് പരിവാറുകാരെക്കാൾ വീറും വാശിയും നിറഞ്ഞ വർഗീയത ആണിത്. ആ വാർത്തയും മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് പ്രധാന വാർത്തയാകുന്നില്ല, കുറ്റപ്പെടുത്തലുകൾ ആകുന്നില്ല. കെ സുധാകരനോ VD സതീശനോ രമേശ് ചെന്നിത്തലയോ ആണോ അതോ ശശി തരൂറാണോ ആദ്യം BJPയിലേക്ക് പോവുകയെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രാഷ്ട്രീയ മാനസികാവസ്ഥ പേറി നടക്കുന്നു. ഇത് നിസ്സാരമായി കാണേണ്ട എന്ന് ഇനി പറയുന്ന വാർത്ത കൂടി പരിശോധിച്ചാൽ മനസ്സിലാകും. രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്രയെ ആസാമിൽ തടയുന്ന BJP മുഖ്യമന്ത്രിയുടെ പേര് ഹേമന്ത് എന്നാണ്. ഇദ്ദേഹം ആരായിരുന്നു? മുഖ്യമന്ത്രി ആവുന്നതിനും ഏതാനും മാസം മുമ്പ് വരെ ഈ ഹേമന്ത് ആസാമിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ്, രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ. ആസാം മുഖ്യമന്ത്രിയാകുമെന്ന ഘട്ടം വന്നപ്പോൾ കൂടണഞ്ഞു. മറ്റു പല കോൺഗ്രസ് നേതാക്കളെയും കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരെയും പോലെ അങ്ങേരാണ് രാഹുൽ ഗാന്ധിയെ ആസാമിൽ വട്ടം കറക്കുന്നത്.